blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഒരു കൂട്ടം സ്ത്രീകൾ ഒരുമിച്ചിട്ടാണ്. തേവരയിലുള്ള സ്ത്രീകളുടേതായ ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ആ എല്ലാ സഹോദരിമാർക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആ 15 സഹോദരിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണമേ. മക്കളെ, അവരുടെ വിദ്യാഭ്യാസത്തെ, ഈ വരാൻ പോകുന്ന അവരുടെ പരീക്ഷയെ, അവരുടെ ഭാവിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ഭർത്താക്കന്മാരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജോലി, അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിമാർ കർത്താവിന് വേണ്ടി കൊടുത്ത നിമിത്തം, വിതച്ച നിമിത്തമായി കർത്താവെ, ഈ വരും ദിവസങ്ങളിൽ ആ അനുഗ്രഹങ്ങൾ അവർ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രത്യേകമായി ഈ 15 സഹോദരിമാരോട്, അവരുടെ ഗ്രൂപ്പ് നയിക്കുന്ന ആ സഹോദരിയോടും ആ ലീഡറിനോടും എല്ലാവരോടുമുള്ള പ്രത്യേകമായി നന്ദി ബ്ലെസ്സിംഗ് ടുഡേ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുകയാണ്. Q&A, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, 3ാമത്തെ സെഷനിലാണ് ഇന്ന് നാം വന്നു നിൽക്കുന്നത്. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ അനുഭവിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തയ്യാറാകാം. ബൈബിളിൽ പലരും ഉയർത്തെഴുന്നേറ്റതായിട്ട് നാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി അടുത്തത് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ അതിന്റെ ഉത്തരവ് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ശ്രദ്ധയോടെ നമുക്ക് ഒരുമിച്ച് അത് കാണാം. എന്റെ പേര് അന്നമ്മ ചാക്കോ. ഓക്കെ, ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാ വിളിക്കുന്നേ. ഓക്കെ. സംശയം ചോദിക്കാനുണ്ടോ? സംശയം 5 ചോദിക്കാനുള്ളത്. ചോദിച്ചോളൂ. അതെ, മത്തായി 27:52. ഓക്കെ. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അതിനെ ബേസ് ചെയ്ത് ഞാനൊരു മെസ്സേജ് ഇവിടെ കേട്ടതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എബ്രായർ 11:35 സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടി. അപ്പൊ എനിക്കറിയേണ്ട ആ വിശുദ്ധന്മാര് തന്നെയാണ് ഈ സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, ഓക്കെ. അതാണ് സംശയം. ഇനി വേറെ ഏതെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഉണ്ട്. അതുകൂടി ചോദിച്ചോളൂ. രണ്ടാമത് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മളെ ദൂതന്മാർ മുഖേനയാണോ എത്തുന്നത്, അതോ ഡയറക്റ്റ് ആയിട്ട് ദൈവസന്നിധിയിൽ എത്തുമെന്നുള്ളത്? നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാരാണോ അത് ദൈവസന്നിധിയിൽ എത്തിക്കുന്നത്, അതോ നേരെ എത്തുമോ? അതല്ലേ, ദൂതന്മാരാണോ എത്തിക്കുന്നത് ദൈവസന്നിധിയിൽ? ഓക്കെ. അപ്പൊ ഞാനൊരു മെസ്സേജ് കേട്ടാൽ ദൂതന്മാരാണ് എത്തിക്കുന്നത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ദൈവസന്നിധി എത്തത്തില്ല. ഓക്കെ, ഓക്കെ. ദൂതന്മാരാണ് അത് എത്തിക്കുന്നത്. അതൊരു ഡൗട്ട് എനിക്ക്. ഓക്കെ, ഇങ്ങനെ 2 സംശയങ്ങളാണ് ഉള്ളത്. ഈ 2 ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങളാണ്. ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ ഇതുപോലുള്ള സംശയങ്ങൾ നമുക്ക് വരാവുന്നതാണ്. അതിൽ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൽ യേശു മരിക്കുന്ന സമയത്ത് കല്ലറകളിൽ നിന്നും ചിലർ പുറത്തു വരുന്നതും, അതിനുശേഷം യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം നഗരങ്ങളിൽ ചിലർക്ക് പ്രത്യക്ഷരാകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും ഒന്നാണോ? ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളതനുസരിച്ച് അല്ല, ഇത് രണ്ടും ഒന്നല്ല. കാരണം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ
വിശ്വാസ വീരന്മാരുടെ ഓരോ കാര്യങ്ങൾ പട്ടികയായി പറഞ്ഞു വരുമ്പോൾ അതിലാദ്യം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നതെല്ലാം പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളാണ്. പഴയ നിയമത്തിലെ പല വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി എന്നാണ് പറയുന്നത്. ചോദ്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ വിശുദ്ധന്മാർ തന്നെയാണോ സ്ത്രീകൾക്ക് പ്രത്യക്ഷരായത്? സ്ത്രീകൾക്ക് പ്രത്യക്ഷരായി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾ നമുക്ക് ഓർക്കാവുന്നത് ബൈബിളിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ പറയാം. ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾ കുറിച്ച് വെച്ച് നിങ്ങൾക്ക് തന്നെ വായിക്കാം. ഒന്നാമത്തേത് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 17 മുതൽ 24 വരെ വായിക്കുമ്പോൾ ഏലിയാവ് എന്ന പ്രവാചകൻ ശുശ്രൂഷിക്കുമ്പോൾ സാരെഫാത്തിലെ വിധവയായ സ്ത്രീയുടെ മകൻ മരിച്ചുപോയി. എന്നാൽ ആ സ്ത്രീക്ക് ആ മകനെ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ആ മകനെ മരണത്തിൽ നിന്നും പ്രവാചകനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് തിരികെ ലഭിച്ചു. ഇതാണ് ഒരു കാര്യം ഓർമ്മയിൽ വരുന്നത്. മറ്റൊന്ന് ബൈബിളിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 18 മുതൽ ഇങ്ങോട്ട് 37 വരെ വായിക്കുമ്പോൾ ശൂനേംകാരി, ഒരു ധനാഢ്യയായ അന്നത്തെ ഒരു സ്ത്രീ ആയിരുന്നു. അവളും ഭർത്താവും ചേർന്ന് ഏലീശയാണെന്ന് ശുശ്രൂഷിക്കുന്ന പ്രവാചകനായി ആ പ്രവാചകന് വേണ്ടി ഒരു മാളിക മുറി ഒരുക്കിയിരുന്നു. അവിടെ ആ ശൂനേംകാരി സ്ത്രീയുടെ മകനും ഇതുപോലെ മരിച്ചുപോയി. ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്ന ഏലീശ ആ സ്ത്രീക്ക് വേണ്ടി ആ മകനെ ജീവിപ്പിച്ചു കൊടുത്തു ഉയർത്തെഴുന്നേൽപ്പിനാൽ. ഇതുപോലുള്ള സംഭവങ്ങളെയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ വിശ്വാസത്താൽ തിരികെ കിട്ടി. അതല്ലാതെ യേശുവിൻ്റെ മരണസമയത്ത് ഉയർത്തെഴുന്നേറ്റ് അവിടെ നഗരത്തിൽ പ്രത്യക്ഷരായ വിശുദ്ധന്മാരെ കുറിച്ചല്ല പറയുന്നത്. ദീസ് ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ പ്രാർത്ഥനകൾ ദൂതന്മാരിലൂടെ മാത്രമേ ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ, നേരെ ദൈവസന്നിധിയിൽ എത്തില്ലേ? ഉത്തരം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൂതന്മാരുടെ സഹായത്തോടുകൂടെ എത്തണമെന്ന് ഇല്ല, ഒരിക്കലും അങ്ങനെ, നോട്ട് നെസസറിലി. സോ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ അതിലെ പല അധ്യായങ്ങളിലും ചില ദൂതന്മാർ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഒരു ധൂപകലശത്തിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിനെ ബേസ് ചെയ്താവാം ഈ സഹോദരി കേട്ട പ്രസംഗത്തിൽ ഒരു വ്യാഖ്യാനിക്കപ്പെട്ടത് നമ്മുടെ പ്രാർത്ഥനകൾ ദൂതന്മാരുടെ സഹായത്തോടുകൂടി മാത്രമേ ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. എന്നാൽ യേശു എന്താ പറഞ്ഞതെന്ന് നോക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ കടന്ന് അല്ലെങ്കിൽ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുവിൻ. ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന പിതാവ് നിങ്ങൾക്ക് ഉത്തരം നൽകും. മാത്രമല്ല, പുതിയ നിയമത്തിൽ ഇന്നത്തെ നമ്മുടെ ബന്ധം പ്രാർത്ഥന ഒരിക്കലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ദൂതന്മാരുടെ ഒരു സഹായം എപ്പോഴും ഇതിന് ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ദൂതന്മാർ ഇങ്ങനെ പ്രവർത്തിക്കണം. ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ ദൂതന്മാർ, ഏഞ്ചൽസ് ആർ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ദൂതന്മാരെ ഉപയോഗിച്ചതായും ഗബ്രിയേൽ ദൂതൻ വരുന്നതായും മിഖായേൽ ദൂതൻ പ്രവർത്തിക്കുന്നതൊക്കെ പലതും നമ്മൾ കാണുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ചില സ്പെഷ്യൽ ഒക്കേഷനുകളിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. എന്നാൽ സാധാരണ നമുക്ക് ഒരു മകൾ സ്വന്തം പിതാവിനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ഒരു പിതൃപുത്ര പുത്രി ബന്ധമാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ശ്രേഷ്ഠമായ ബന്ധം. മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മുടെ അകത്ത് നിന്നും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ സ്വീറ്റ് റിലേഷൻഷിപ്പാണ് പുതിയ നിയമത്തിൽ നമുക്കുള്ളത്. അതൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ദൂതന്മാരുടെ സഹായത്തോടുകൂടി മാത്രമേ ഇത് അവിടെ ചെല്ലുകയുള്ളൂ, അങ്ങനെ ഒരു ടീച്ചിങ് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. ഈ 2 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരിയെ കർത്താവ് ഒത്തിരി
അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വചനം ഗ്രഹിക്കാനും പഠിക്കാനും കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഹലോ. ഹലോ. യെസ്, ബ്രദർ ഡാമിയൻ ആണ്. എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ കാസർഗോഡ് ചെറുവത്തൂർന്ന്. ഓക്കെ, പേരെന്താണ്? പേര് സരോജ ഗോപിനാഥ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ ബൈബിളിൽ നിന്ന് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഉണ്ട്, ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യേശു കർത്താവ് ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായിട്ട്. അതിന്റെ ആത്മീയമായ അർത്ഥം എന്താണെന്ന് അറിയണമായിരുന്നു. അതാണ് സംശയമുള്ളത്. അതെ അതെ. താങ്ക് യു സരോജ ഫോർ ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ. ദിസ് എ റിയലി വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഒത്തിരി പേര് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഈ സരോജ നന്നായി ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ സംശയം ഉള്ള പലർക്കും ഇന്നത്തെ ഈ ഉത്തരം ഒരു അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള ഭാഗത്താണ് ഈ ഒരു ഭാഗം നമ്മൾ കാണുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ ഒന്ന് എടുത്ത് ആ ഭാഗം ഒന്ന് ആദ്യം നമുക്ക് വായിക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ആത്മീയാർത്ഥം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അതിരാവിലെ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ യേശുവിന് വിശന്നു. വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടിട്ട് അദ്ദേഹം അതിൻ്റെ അടുത്ത് ചെന്നു. എന്നാൽ അതിൽ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അപ്പോൾ അദ്ദേഹം അതിനോട്, ഇനിമേൽ ഒരിക്കലും നിന്നിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ മരം വാടിപ്പോയി. ശിഷ്യന്മാർ ഇത് കണ്ട് വിസ്മയിച്ചു. അത്തിവൃക്ഷം ഇത്ര പെട്ടെന്ന് വാടിപ്പോയത് എങ്ങനെ എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സംശയിക്കാതെ വിശ്വസിക്കുന്ന പക്ഷം ഈ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും. മാത്രമല്ല, ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലവും ആ ഭാഗം അതാണ്. ഒത്തിരി പേരെ സംശയം, യേശു ശപിക്കുമോ? എന്താണ് ഈ ശപിച്ചതിൻ്റെ അർത്ഥം? ഇതിൽ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? ആ വചനത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ പല കാര്യങ്ങൾ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, there is a curse on all unfruitfulness in the world. ഫലം കായ്ക്കാത്ത എല്ലാറ്റിൻ്റെയും മേൽ ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ശാപമുണ്ട്. കാരണം ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശമില്ലാതെ ദൈവം ഒന്നും ചെയ്യില്ല. നമ്മൾ ഉൾപ്പെടെ നമ്മൾ ദൈവഭൂമിയിലേക്ക് ആക്കി വെച്ചെങ്കിൽ അതിന് ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിറവേറുന്നില്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നാം ശാപത്തിൻ്റെ കീഴിലാണ്. ദാറ്റ് ഈസ് നമ്പർ 1. ദർ ഈസ് എ കേഴ്സ് ഓൺ ഓൾ അൺഫ്രൂട്ട്ഫുൾനെസ് ഇൻ ദ വേൾഡ്. ഫലമില്ലായ്മയുടെ മേൽ ഒരു ദൈവിക ശാപം കിടപ്പുണ്ട്. വീണ്ടും നമുക്ക് ആ വാക്യം നോക്കുമ്പോൾ മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, അത്തി എന്ന് നമ്മൾ ബൈബിളിൽ ഒത്തിരി ടൈപ്സ് ഉണ്ട്. പലതും പലതിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. അത്തിവൃക്ഷം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റു ചില വേദഭാഗങ്ങളൂടെ ചേർത്ത് പഠിച്ചാൽ അത്തിവൃക്ഷം കാണിക്കുന്നത് ഇസ്രായേൽ എന്ന ജാതിയെയാണ്, ഇസ്രായേൽ രാഷ്ട്രത്തെയുമാണ്. എന്നാൽ ദൈവം അവരിൽ നിന്നും, അവരെ ദൈവം തിരഞ്ഞെടുത്തു, അവരിൽ നിന്നും ഒരു ഫലം ദൈവം പ്രതീക്ഷിച്ചു. പഴയ നിയമം മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ നമുക്ക് കാണാം, ദൈവം അവരിൽ നിന്നും ഒരു ഫലം പ്രതീക്ഷിച്ചു. എന്നാൽ ആ ഫലം കൊടുക്കാതെ അതിൻ്റെ വിപരീത ഫലം പലപ്പോഴും പുറപ്പെടുവിക്കുകയും ഫലമില്ലായ്മ ഉണ്ടാകുകയൊക്കെ ചെയ്തതുകൊണ്ട് അവരുടെ മേൽ ഒരു ദൈവിക ശാപം വന്നു. ഇന്ന് നോക്കിയാൽ അറിയാം, യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. യേശുവിൽ വിശ്വസിക്കാതെ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന രക്ഷകൻ വന്നപ്പോൾ ശരിയായ ഫലം പുറപ്പെടുവിക്കാതെ രക്ഷകനെ തള്ളിയതുകൊണ്ട് അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ തള്ളപ്പെട്ടു. അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന മറ്റൊരർത്ഥം. 4 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായി ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്
ഈ അത്തിയില കാണിക്കുന്നത് സെൽഫ് റൈച്ചസ്നെസ് ആണ്, അല്ലെങ്കിൽ സ്വയനീതീകരണം. അതെങ്ങനെ മനസ്സിലായി? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, അവിടെ മനുഷ്യൻ ആദാം ഹവ്വ രണ്ടുപേരും ആദ്യമായി പാപം ചെയ്തപ്പോൾ അവർ നഗ്നർ എന്നറിഞ്ഞു. ഉടനെ അവർ ചെയ്തത് എന്താണ്? അത്തിയില കൂട്ടി തുന്നി അവർക്ക് ഉടയാട ഉണ്ടാക്കി, ഡ്രസ്സുണ്ടാക്കി. പക്ഷേ വെയിൽ വന്നപ്പോൾ, ചൂടടിച്ചപ്പോൾ അത്തിയിലകൾ ചുരുണ്ടു, അവരുടെ നഗ്നത വീണ്ടും വെളിയിൽ വന്നു. ആ അത്തിയില അവിടെ ആത്മീയാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് സ്വയനീതീകരണമാണ്. നമ്മൾ തന്നെ നീതിപ്രവർത്തികളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, പല ജീവകാരുണ്യ പ്രവർത്തികളിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുക. എന്നാൽ ദൈവം ഒരിക്കലും സ്വയനീതീകരണത്തെ നമ്മളായി തന്നെ കൊണ്ടുവരുന്ന മാർഗങ്ങളിലൂടെ നീതി ലഭിക്കാനുള്ള മാർഗത്തെ ദൈവം സപ്പോർട്ട് ചെയ്യുന്നില്ല. പകരം ദൈവം നമുക്ക് യേശു മുഖാന്തരമുള്ള സൗജന്യമായി വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതിയാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. അതാണ് മൂന്നാമത്തെ അർത്ഥം. അത് കൂടാതെ അവസാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, യേശു തന്നെ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ എന്തെങ്കിലും വിശ്വാസത്തോടുകൂടെ ഇതുപോലെ കൽപ്പിച്ചാൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ്. യേശു അവിടെ ചെയ്തത് വിശ്വാസത്തോടുകൂടി പറഞ്ഞു, ഇനിമേൽ നിന്നിൽ ഫലം ഉണ്ടാകാതെ പോട്ടെ. തൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ഇതുപോലെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ സംശയിക്കാതെ വലിയ വിശ്വാസത്തോടെ ധൈര്യത്തോടെ കൽപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ വിടുതലുകൾ നടക്കും, അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കുന്നത് സംഭവിക്കും. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. തുടർന്നും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതുപോലെ അനലിറ്റിക്കലായി പഠിക്കാമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനെ എക്സ്പൗണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. താങ്ക് യു വൺസ് അഗെയിൻ സിസ്റ്റർ ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ദൈവജനത്തിൻ്റെ ആഴങ്ങൾ പഠിക്കാൻ സഹോദരി കർത്താവ് സഹായിക്കട്ടെ. ഇനി മിറക്കിൾസ് ടുഡേയിലേക്ക് നാം പോവുകയാണ്. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ സോണി ആൻഡ് ലിൻഡ ഒരുമിച്ച് ചേർന്ന് നമുക്കത് കാണാം. സാക്ഷ്യങ്ങളുടെ ഒരു നിര തന്നെ ഇവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയർ സർവീസിൽ ഇവർ കുടുംബമായി പങ്കെടുത്തപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് പങ്കെടുത്തപ്പോൾ ഒത്തിരി ഇവർ പറയുന്നത് 28 പ്രത്യേക വാഗ്ദത്തങ്ങൾ ബ്രദർ പ്രവചനാത്മാവിൽ പറഞ്ഞതാണ് കഴിഞ്ഞ വർഷം. അതെ, ഞാൻ എണ്ണിയില്ല, അദ്ദേഹം എണ്ണി. അവർ പറഞ്ഞത് അവർക്ക് അതിൽ ആവശ്യമായിരുന്ന സകല വാഗ്ദത്തങ്ങളും ഇവർക്ക് നിറവേറിയെന്ന് പറയുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നു, ഇന്നും കുറെ വാഗ്ദത്തങ്ങളൊക്കെ ഇവിടെ കേൾക്കും. പക്ഷെ അത് ഇപ്പുറത്തെ ആൾക്കും കൊടുത്തിട്ട് പോകരുത്. ജസ്റ്റ് ഗ്രാബ് ഇറ്റ്, എടുക്കുന്നവർക്ക് അടുത്ത വർഷം ഇതിനേക്കാൾ വലിയ സാക്ഷ്യമായി ഇവിടെ നിൽക്കാൻ സാധിക്കും. അതെ, അവർക്ക് ഏറ്റവും വലിയ ദൈവിക നന്മ എന്നുള്ളത് ബ്രദറിന്റെ കയ്യിൽ തന്നെയുണ്ട്. ബ്രദറിന്റെ പേര് സോണി, വൈഫ് ലിൻഡ, മകളുണ്ട്. ഇവര് ബ്രദർ പറഞ്ഞിരുന്നു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ദൈവം നൽകുന്നു. മാത്രമല്ല രണ്ടാമതൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകുന്നു. മൂത്ത കുട്ടി ഉണ്ടായ ശേഷം ഒത്തിരി വർഷങ്ങൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല തനിക്ക് ഡോക്ടേഴ്സ് വളരെ ബുദ്ധിമുട്ടായുള്ള കൺസീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൺസീവ് ചെയ്താൽ പോലും അത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ഈ സഹോദരി ബ്രദറിന്റെ അടുക്കൽ നടുവേദന മൂലം പ്രാർത്ഥിക്കാൻ വേണ്ടി അവിചാരിതമായി ബ്രദറിനെ കണ്ടപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഈ വർഷം കർത്താവ് നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന വർഷമാണ്. അതിനുവേണ്ടി കർത്താവ് നിനക്ക് ഒരു കുഞ്ഞിനെ കൂടി നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ പറഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ. എനിക്ക് ഓർമ്മയില്ല. അതിന്റെ മറുപടിയാണ് സഹോദരൻ ഈ വർഷം കിട്ടുമെന്ന് പറഞ്ഞു 2012. ഗുഡ്. എന്നിട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ദൈവം എല്ലാം മാറ്റിക്കൊടുത്തു. മാത്രമല്ല 4 മാസം മുതൽ തന്നെ ഷുഗർ ലെവലൊക്കെ ഹൈ ആയിരുന്നു. എന്നാൽ സാധാരണ ഓരോ മാസം കഴിയുന്നവരും അത് കൂടിയാണ് വരേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് സോണിലുള്ളവർ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും പ്രാർത്ഥിച്ചു. ആ ഷുഗർ ലെവല് പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ നോർമൽ ആയിരുന്നു. ലാസ്റ്റ് സമയം വരെ അത് നോർമൽ ആയിരുന്നു. നല്ലൊരു പ്രസവം കർത്താവ് കൊടുത്തു, ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുത്തു. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ?
ആൺകുട്ടിയും കിട്ടി, പെൺകുട്ടിയും കിട്ടി, ആൺകുട്ടിയും കിട്ടി. ഐഡിയൽ കപ്പിൾ, ഐഡിയൽ ഫാമിലി, റൈറ്റ്. മാത്രമല്ല കഴിഞ്ഞ മാർച്ച് മാസം ഈ സഹോദരിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതിലൂടെ തനിക്ക് ഒടിവുണ്ടാവുകയും അവിടെ വളരെ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ആക്സിഡന്റ് ആയി സ്വെല്ലിംഗ് ആയിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നെന്ന്. ആ ദിവസങ്ങൾ തന്നെ കർത്താവ് മകളെ സൗഖ്യമാക്കി, വേഗത്തിൽ റിക്കവേർഡായി. ഹല്ലേലൂയ. കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. എനിത്തിങ് എൽസ്? കഴിഞ്ഞ വർഷത്തെ മറ്റൊരു വാഗ്ദത്തമായിരുന്നു വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നു എന്നുള്ളത്. ഓഹോ, ഇവർക്ക് നല്ല മനോഹരമായ ഒരു വീട് ഇവർ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ലഭിച്ചു. അടുത്ത മാസം അതിന്റെ രജിസ്ട്രേഷൻ ആണ്. ഈ ജനുവരിയിൽ രജിസ്ട്രേഷൻ നടക്കാൻ പോകും. ചില ആഴ്ചകൾക്കകം രജിസ്ട്രേഷൻ ആണ്. അഡ്വാൻസ് കൊടുത്തു, എല്ലാ പണവും റെഡി ആയിരിക്കുന്നു. രജിസ്ട്രേഷന് വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് തന്നെ നിന്റെ കുഞ്ഞുങ്ങൾക്കായി ഇറങ്ങി വരികയാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് നാം കടക്കാൻ പോകുകയാണ്. എന്നാൽ അതിനു മുൻപ് മാർച്ച് 3-ാം തീയതി നടക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന മറക്കരുത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടൈം ടേബിൾ, നിങ്ങളുടെ ഫോട്ടോഗ്രാഫോടുകൂടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ടൈം ടേബിൾ ദയവായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു തരണം. നമ്മുടെ പ്രാർത്ഥനാ പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലിയ വിജയം കർത്താവ് നിങ്ങൾക്ക് നൽകാനായി പോകുകയാണ്. എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്ന് എല്ലാവർക്കും തന്നെ നമുക്കത് വായിക്കാം. മൈ പ്രേയർ ഡയറിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ആയിക്കഴിഞ്ഞു. ഈ മാർച്ച് 3-ാം തീയതി അത് പ്രകാശനം ചെയ്യുകയാണ്. എന്നാൽ അതിനു മുൻപ് വാങ്ങിക്കുന്നവർ ദയവായി പ്രീ പബ്ലിക്കേഷൻ കൗണ്ടർ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ബ്രദർ ഡാമിയന്റെ ഒപ്പോട് കൂടിയിട്ടുള്ള, സൈനോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള മൈ പ്രേയർ ഡയറിയുടെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവർ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൈകൾ ഈ സ്ക്രീനിന് നേരെ നീട്ടി പ്രാർത്ഥിച്ചാൽ, ഈ കൈയിൽ നിന്ന് ശക്തി വരുന്നു എന്നതല്ല ഇതിന്റെ അർത്ഥം. വിശ്വാസത്തോടുകൂടെ നാം ഒരുമിച്ച് ചേർന്ന് രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് ഏത് കാര്യവും യാചിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി അത് കർത്താവ് നൽകി തരും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. കിടപ്പ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കിടപ്പിലായിരിക്കുന്ന വ്യക്തികൾ, എഴുന്നേറ്റ് ശരിയായ വിധത്തിൽ നടക്കാൻ സാധിക്കാത്ത വ്യക്തികൾ ഇപ്പോൾ തന്നെ ആ വീൽ ചെയർ വിട്ട് നിങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങുക. സ്ട്രെച്ചറുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങുക. ക്രച്ചസ് ഇരിക്കുന്നവർ ഇപ്പോൾ തന്നെ ക്രച്ചസ് മാറ്റി നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വിടുതലുകൾ അങ്ങ് അയച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ ശക്തി ഇവരുടെ അസ്ഥികളിലേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലട്ടെ കർത്താവേ. യേശുവിൻ്റെ ശക്തി ഇവരുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ കർത്താവേ. അങ്ങയുടെ ശക്തിയാൽ ഈ ശരീരങ്ങൾ ജീവിച്ച് എഴുന്നേൽക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ കർത്താവേ, അങ്ങ് വിടുതൽ കൽപ്പിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കറുത്ത പാടുകൾ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ കർത്താവേ, സൗഖ്യമാകട്ടെ കർത്താവേ. നഖം പറഞ്ഞു പോകുന്ന അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖത്ത് മുഴുവൻ, പ്രത്യേകിച്ച് നെറ്റിയുടെ ഭാഗത്ത് കാര പോലെ ഇങ്ങനെ കുരുക്കൾ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതോ വാഹനത്തിലെ ആക്സിഡന്റിന് ശേഷമായിട്ട് വാഹനം എടുക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത ഭയമാണ്. എന്നാൽ വാഹനത്തിലൂടെയാണ് നിങ്ങളുടെ ജോലി നടക്കേണ്ടത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇന്ന് ധൈര്യത്തിന്റെ ആത്മാവിനെ കർത്താവ് നിങ്ങൾക്ക് നൽകിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ആ മകന്റെ മേൽ കർത്താവെ അങ്ങ് അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കൈകൾ ഉയർത്താൻ സാധിക്കാത്തവർ കൈകൾ ഉയർത്താൻ തുടങ്ങിയാലും, കാലുകൾ മടക്കാൻ സാധിക്കാത്തവർ
സാധിക്കാത്തവർ കാലുകൾ മടക്കാൻ തുടങ്ങിയാലും, നടു കുനിക്കാൻ സാധിക്കാത്തവർ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു നാണവുമില്ലാതെ നടു യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കുനിയാൻ തുടങ്ങിയാലും, വിശ്വാസത്തോടെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ കർത്താവിന്റെ കരം അത്ഭുതകരമായി കർത്താവ് ചെയ്യുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷന്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്. ഏതോ സെമസ്റ്റർ പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ട് അഡ്മിഷൻ ഇനി ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ കർത്താവ് ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഏത് രോഗങ്ങൾ, അറിയിച്ചതോ അറിയിക്കാതെയോ ഉള്ള രോഗങ്ങൾ കർത്താവെ, അത് പൂർണ്ണ അളവിൽ അത് സൗഖ്യമാകട്ടെ കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് ഒരു വിടുതൽ നൽകിയാൽ, ഒരു അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ, ഒരു രോഗസൗഖ്യം കർത്താവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചാൽ മറച്ചു വെക്കരുത്. അടുത്തുള്ള നിങ്ങളുടെ വീടിനടുത്ത് വരുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങൾ വരണം. ചിലപ്പോൾ അല്പം ദൂരെയായിരിക്കാം, സാരമില്ല, നിങ്ങൾ വരണം. നിങ്ങൾ അവിടെ വന്ന് അത് പങ്കുവെക്കണം. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതം അനേകർ അത് കേൾക്കുമ്പോൾ അനേകർ അതിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ബൈബിൾ ആൻഡ് യു പ്രോഗ്രാം നിങ്ങൾ കാണും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ്സ് നിങ്ങൾ കാണും. ഇന്ന് തന്നെ കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു സ്വർഗരാജ്യത്തെ എന്തിനോട് ഉപമിച്ചു? To what did Jesus compare the kingdom of heaven? Options: A. അത്തിമരം, B. കടുകുമണി, C. ഒലിവുമരം, D. മുന്തിരിവള്ളി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്.